ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷമത്തോടെയാണ് പെരുമാറുന്നത്. വധശിക്ഷ ഉത്തരവ് വന്നെന്ന് നിമിഷപ്രിയയ്ക്ക് ദുരൂഹ ഫോൺ സന്ദേശം. സന, യമൻ പൗരനെ വധിച്ച കേസിൽ യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് വനിതാ അഭിഭാഷകയുടേത് എന്ന പേരിൽ ദുരൂഹ ഫോൺ കോൾ. വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെന്ന് അറിയിച്ചായിരുന്നു ഫോൺ സന്ദേശം. വധശിക്ഷാ തീയതി തീരുമാനിച്ചതായി അഭിഭാഷക പറഞ്ഞെന്ന് നിമിഷപ്രിയ വ്യക്തമാക്കി. അമ്മയ്ക്ക് അയച്ച ഫോൺ സന്ദേശത്തിലാണ് നിമിഷപ്രിയ അഭിഭാഷകയുടെ ഫോൺ കോൾ വന്ന വിവരം അറിയിച്ചത്. യമന്റെ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ് നിമിഷ. അരമണിക്കൂർ മുൻപ് ഒരു ഫോൺ കോൾ വന്നു. അതൊരു ലോയർ സ്ത്രീയുടേതാണ്. ജയിൽ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നിമിഷപ്രിയയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമായില്ല, കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് വധശിക്ഷയുടെ ഓർഡർ ഇവിടെ ജയിൽ വരെ എത്തിയിട്ടുണ്ടെന്ന്. ഈദിന്റെ അവധിയൊക്കെ തീരുമ്പോഴേക്ക് എന്താകുമെന്നറിയില്ല. എല്ലാവരും വളരെ വിഷമത്തോടെയാണ് എന്നോട് പെരുമാറുന്നത്. എന്താണ്, എന്തെങ്കിലും അറിഞ്ഞോ? സാമുവൽ സാറിനോടൊന്ന് പറഞ്ഞേക്ക്, ശബ്ദസന്ദേശത്തിൽ നിമിഷ പറഞ്ഞു. എന്നാൽ ആരാണ് ഈ വനിതാ അഭിഭാഷക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വധശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച ഉത്തരവ് ജയിലിൽ വന്നതായി ഔദ്യോഗികമായി അറിയിപ്പില്ല. അതേസമയം റമസാൻ മാസത്തിൽ നടപടിക്ക് സാധ്യതയില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനും മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആളുമായ സാമുവൽ ജെറോം പറഞ്ഞു. 2009 പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ നഴ്സായി യമനിൽ ജോലിക്കെത്തിയത്. 2012 തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹം കഴിച്ചു. വൈകാതെ ടോമിയും യമനിലെത്തി. അവിടെ വെച്ച് മകൾ മിഷേൽ ജനിച്ചു. മകളുടെ മാമോദീസ ചടങ്ങുകൾക്കായി 2014 നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി. ഇവരുടെ സുഹൃത്തുകൂടിയായിരുന്ന തലാൽ അബ്ദുമഗ്ദിയും നാട്ടിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു. സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനുമുണ്ടായിരുന്നു. നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. പിന്നീട് മടങ്ങാനിരുന്ന ടോമിക്ക് യമനിൽ യുദ്ധം രൂക്ഷമായതോടെ മടങ്ങാനായില്ല. 2015 സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ച നിമിഷ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ കടുത്ത മാനസിക, ശാരീരിക, സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ കടന്നുപോയെന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ പറയുന്നു. ക്ലിനിക്കിലെ യമൻ പൗരയായ മറ്റൊരു ജീവനക്കാരിയുമായി ചേർന്നു തലാലിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ 2017 ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളി. ബ്ലഡ് മണി നൽകി നിമിഷയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും വിജയിച്ചില്ല. ഉഷ്ണതരംഗ സാധ്യത, ആശ, ആരോഗ്യപ്രവർത്തകരെ ഉപയോഗിച്ച് നിരീക്ഷണ ടീമുകൾ രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം. സംസ്ഥാനത്ത് വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രത തുടരണമെന്നും വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉഷ്ണതരംഗ സാധ്യത തുടരുന്ന സാഹചര്യം, മഴക്കാല പൂർവ്വ ശുചീകരണം, ആരോഗ്യ ജാഗ്രത, പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേനൽമഴ ലഭിക്കുന്നതിനാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൈകിട്ടത്തെ ചൂടിൽ കുറവ് അനുഭവപ്പെടുമെങ്കിലും ജാഗ്രതയിൽ കുറവുണ്ടാകാൻ പാടില്ല. ഇതിനായി ഉഷ്ണതരംഗത്തെ മറികടക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളും ജാഗ്രതാ സന്ദേശങ്ങളും തദ്ദേശഭരണ സ്ഥാപന തലത്തിൽ നടപ്പാക്കണം. പൊതുസ്ഥലങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തും. ഇതിനായി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളുമായി സഹകരിക്കും. തണ്ണീർ പന്തലുകൾ വ്യാപകമാക്കണം, മുഖ്യമന്ത്രി പറഞ്ഞു. ഓട്ടോ, ടാക്സി ഡ്രൈവർമാർ, ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളികൾ, ഹോട്ടലുകളുടെ മുന്നിൽ സെക്യൂരിറ്റിയായി നിൽക്കുന്നവർ തുടങ്ങിയവർക്കു വിശ്രമകേന്ദ്രങ്ങളും ശുദ്ധമായ കുടിവെള്ളവും ഉറപ്പുവരുത്തണം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കു പുതുക്കിയ സമയക്രമം ഉറപ്പുവരുത്തുന്നതിനൊപ്പം ആവശ്യമായ വിശ്രമവും കുടിവെള്ളവും ലഭ്യമാക്കേണ്ടതുമാണ്. വിനോദസഞ്ചാരികൾക്കിടയിൽ ഉഷ്ണതരംഗ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം, മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഉഷ്ണതരംഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് താലൂക്ക് തലത്തിലുള്ള ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. തീപിടുത്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ജലക്ഷാമം മുൻകൂട്ടി മനസ്സിലാക്കി പ്രാദേശിക തലത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ജലസംഭരണികൾ ശുചീകരിച്ചും പരമാവധി വേനൽ മഴയിലൂടെയുള്ള ജലം സംഭരിച്ചും നിലവിലെ പ്രതിസന്ധികളെ ഇല്ലാതാക്കണമെന്നും മുഖ്യമന്ത്രി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് ചൂടിൽ നിന്നാവശ്യമായ സംരക്ഷണം നൽകുന്നതുപോലെ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണമെന്നതിനാൽ ഇവയ്ക്കാവശ്യമായ ശുദ്ധജലമടക്കം ഉറപ്പുവരുത്തണം. വനം വന്യജീവി സംഘർഷം പരമാവധി കുറയ്ക്കുന്നതിന് വനത്തിനുള്ളിലെ ജലലഭ്യതയും ജലസംഭരണികളുടെ സംരക്ഷണവും കൃത്യമായി ഉറപ്പുവരുത്തണം. ഉഷ്ണതരംഗം പ്രധാന വിഷയമാക്കി പ്രത്യേക വാർഡ് സഭകൾ, കൺവെൻഷനുകൾ എന്നിവ ചേർന്ന് പൊതുചർച്ച ഉണ്ടാകണം. വഴിയോര കച്ചവടക്കാർ, വ്യാപാരികൾ എന്നിവർക്കും ജാഗ്രത നൽകണം. ഇവർക്കാവശ്യമായ കുടിവെള്ള ലഭ്യതയ്ക്കു സമീപ ഹോട്ടലുകളുമായി സഹകരിക്കാം. കിടപ്പു രോഗികൾ, പ്രായമായവർ എന്നിവർക്കു വീടിനുള്ളിലും പ്രത്യേക ശ്രദ്ധ ഇക്കാലയളവിൽ ഉണ്ടാകണം. ആശ, ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിച്ച് നിരീക്ഷണ ടീമുകൾ രൂപീകരിക്കുകയും ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്യണം. പാലിയേറ്റീവ് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കു പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകണം.
വീടില്ലാതെ താമസിക്കുന്നവരുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത ഉണ്ടാകണമെന്നും ഇവർക്ക് ആവശ്യമായ അഭയം നൽകേണ്ട സാഹചര്യത്തിൽ അത് പരിഗണിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തണലുള്ളതും വൃക്ഷങ്ങളുള്ളതുമായ പാർക്കുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ ഇക്കാലയളവിൽ പൊതുജനങ്ങൾക്കു വിശ്രമിക്കുന്നതിനായി തുറന്നു നൽകണം. താപനില അളക്കാൻ കഴിയുന്ന മാപിനികൾ വ്യാപകമാക്കുകയും അവ നിരീക്ഷിച്ച് തുടർ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യണം. തദ്ദേശീയ, പരമ്പരാഗത അറിവുകൾ പ്രാദേശികമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഉപയോഗിക്കാം. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാകണം ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ടത്. ഹരിത ഇടങ്ങൾ സൃഷ്ടിച്ചും നഗരാസൂത്രണ രേഖയിലടക്കം കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടുത്തിയും ഗ്രീൻ സാങ്കേതികവിദ്യ, പൂൾ റൂഫിംഗ്, കെട്ടിട നിർമ്മാണ രീതികൾ എന്നിവ പിന്തുടരുകയും ചെയ്യണം. കാർബൺ ബഹിർഗമനം പരമാവധി കുറച്ചും തണൽ മരങ്ങൾ വ്യാപകമായി നട്ടുവളർത്തിയും ഏകോപിതമായ നടപടികൾ വിവിധ വകുപ്പുകൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, കെ എൻ ബാലഗോപാൽ, വി ശിവൻകുട്ടി, വീണ ജോർജ്, എ കെ ശശീന്ദ്രൻ, ജെ ചിഞ്ചുറാണി, ആർ ബിന്ദു, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, വിവിധ വകുപ്പ് മേധാവികൾ, ദുരന്തനിവാരണ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. മാവേലിക്കര നഗരസഭ അധ്യക്ഷനെതിരെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം പാസായി. പിന്തുണച്ച LDFും. ആലപ്പുഴ മാവേലിക്കര നഗരസഭ അധ്യക്ഷൻ കെ വി ശ്രീകുമാറിനെതിരെ കോൺഗ്രസ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. LDF അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസായത്. 28 കൗൺസിലർമാരിൽ 18 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. 9 BJP അംഗങ്ങളിൽ 3 പേരും നഗരസഭ ചെയർമാൻ കെ വി ശ്രീകുമാറും യോഗത്തിനെത്തിയില്ല. യോഗത്തിനെത്തിയ 6 BJP കൗൺസിലർമാർ ചർച്ചയ്ക്ക് ശേഷം കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തുപോയി. തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത്. 9 കോൺഗ്രസ് അംഗങ്ങളും 8 CPM അംഗങ്ങളും 1 ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗവുമാണ് പ്രമേയത്തെ പിന്തുണച്ചത്. അവിശ്വാസം വിജയിക്കണമെങ്കിൽ 15 കൗൺസിലർമാരുടെ പിന്തുണ ആവശ്യമായിരുന്നു. 28 അംഗ നഗരസഭയിൽ കോൺഗ്രസ്, BJP, LDF എന്നിവർക്ക് 9 വീതം കൗൺസിലർമാരാണ് ഉള്ളത്. സ്വതന്ത്രനായ കെ വി ശ്രീകുമാറിനെ അധ്യക്ഷനാക്കി കോൺഗ്രസാണ് നഗരസഭ ഭരിച്ചിരുന്നത്. 3 വർഷത്തിനു ശേഷം അധ്യക്ഷപദവി ഒഴിയണമെന്ന നിർദ്ദേശം ചെയർമാൻ പാലിച്ചില്ല എന്നാരോപിച്ചു 7 മാസം മുൻപ് ശ്രീകുമാറിനുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചിരുന്നു. നഗരസഭയിലെ 9 കോൺഗ്രസ് കൗൺസിലർമാരും LDFിലെ ജനാധിപത്യ കേരള കോൺഗ്രസ് കൗൺസിലർ ബിനു വർഗീസും ഒപ്പിട്ടാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. സ്വജന പക്ഷപാതം, വികസന മുരടിപ്പ്, കെടുകാര്യസ്ഥത തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ്. മോഹൻലാലിനൊപ്പം ശബരിമല കയറ്റം, SHO സ്ഥലം മാറ്റി, പിന്നാലെ കാരണം കാണിക്കൽ നോട്ടീസ്. പത്തനംതിട്ട നടൻ മോഹൻലാലിനൊപ്പം ശബരിമല കയറിയ പോലീസുകാരന് കാരണം കാണിക്കൽ നോട്ടീസ്. തിരുവല്ല ഡിവൈഎസ്പിയാണ് തിരുവല്ല SHO ആയിരുന്ന ബി സുനിൽ കൃഷ്ണനോട് വിശദീകരണം തേടിയത്. ശബരിമല കയറിയതിന്റെ പിറ്റേന്ന് SHO സ്ഥലം മാറ്റിയിരുന്നു. മോഹൻലാലിനൊപ്പം മലകയറുന്നു എന്ന വിവരം മറച്ചുവെച്ച് ശബരിമല ദർശനത്തിനായി അനുമതി തേടി എന്നതാണ് സ്ഥലം മാറ്റത്തിനുള്ള കാരണമായി പറയുന്നത്. ശബരിമലയിൽ പോകാൻ ദീർഘകാലമായി ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് SHO അനുമതി തേടിയതെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. വസ്തുതകൾ ബോധപൂർവം മറച്ചുവെച്ചതിനാണ് നടപടിയെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. എമ്പുരാന് ഹിന്ദുവിരുദ്ധ അജണ്ട, മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു, വിമർശിച്ച് RSS മുഖപത്രം. മുംബൈ എമ്പുരാൻ സിനിമയ്ക്ക് ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും അത് ചരിത്ര വസ്തുതകളെ ബോധപൂർവം വളച്ചൊടിക്കുകയാണെന്നുമുള്ള വിമർശനവുമായി RSS മുഖപത്രം ഓർഗനൈസർ. സാമൂഹിക ഐക്യത്തിനു ഭീഷണി ഉയർത്തുന്ന രീതിയിൽ തികഞ്ഞ പക്ഷപാതത്തോടെയാണ് സിനിമയിലെ ഉള്ളടക്കം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ഓർഗനൈസറിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ആരോപിക്കുന്നു. ചിത്രത്തിനെതിരെ പരസ്യ പ്രചാരണം വേണ്ടെന്ന BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വന്നതിനു പിന്നാലെയാണ് RSS മുഖപത്രത്തിൽ ലേഖനം വന്നത്. 2002 ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളാണ് കുറ്റക്കാരെന്ന് വരുത്താനും 2 സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താനും ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കാനും സിനിമയിൽ ശ്രമമുണ്ടെന്നും ലേഖനം പറയുന്നു. ഹിന്ദുക്കളെ രക്ഷകരായി ചിത്രീകരിക്കാവുന്ന സാഹചര്യങ്ങളിൽ പോലും വില്ലന്മാരായി അവതരിപ്പിക്കുന്നു. സംവിധായകൻ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ ചായ്വുകൾ വളരെ വ്യക്തമാണെന്നും എമ്പുരാനിൽ ആ ചായ്വുകൾ വളരെ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചിരിക്കുകയാണെന്നും മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടുകൾ രാജ്യവിരുദ്ധമാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. ഹിന്ദുക്കളെ അധിക്ഷേപിക്കുക മാത്രമല്ല, ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ എതിർക്കുന്നതുമാണ് ചിത്രത്തിന്റെ ആഖ്യാന രീതി. BJP അനുയായിയെന്ന് തോന്നിക്കുന്ന ഒരു കഥാപാത്രത്തെ കേരളത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ക്രൂരനായ വ്യക്തിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത്തരം സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹൻലാലിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ ആരാധകരോടുള്ള വഞ്ചനയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ പിന്തുണച്ച ആരാധകർ ഇപ്പോൾ പ്രയാസത്തിലാണെന്നും ലേഖനം പറയുന്നു. എമ്പുരാൻ സിനിമയുടെ സെൻസറിംഗിൽ വീഴ്ച പറ്റിയതായി കഴിഞ്ഞ ദിവസം BJP കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. സിനിമയിലെ ചില പരാമർശങ്ങൾ മാറ്റാൻ നോമിനേറ്റ് ചെയ്ത സെൻസർ ബോർഡ് അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു വിമർശനം. മലയോര ഹൈവേ കണക്ടിംഗ് റോഡ് ടെൻഡർ ചെയ്തു. മലയോര ഹൈവേ കോടഞ്ചേരി കക്കാടംപൊയിൽ ബീച്ചിലെ ആനക്കല്ലുംപാറ താഴെ കക്കാട് കണക്ടിംഗ് റോഡ് പ്രവൃത്തി ടെൻഡർ ചെയ്തു.
നേരത്തെ മലയോര ഹൈവേ പ്രവൃത്തിയുടെ ഭാഗമായ അലൈൻമെന്റിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കിഫ്ബി വ്യവസ്ഥകൾക്ക് വിധേയമാകാത്തതിനാൽ ഈ പ്രദേശം അലൈൻമെന്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആനക്കല്ലുംപാറ അകമ്പുഴ വഴി റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ദീർഘനാളത്തെ പ്രദേശവാസികളുടെ ആവശ്യത്തിനാണ് പരിഹാരമാവുന്നത്. 2006-ൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ധനകാര്യമന്ത്രിയായിരുന്ന ടി.എം. തോമസ് ഐസക് സ്ഥലം സന്ദർശിച്ച് റോഡ് യാഥാർത്ഥ്യമാക്കും എന്നറിയിച്ചിരുന്നു. 2016-ൽ അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലയോര ഹൈവേ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ആനക്കല്ലുംപാറ അകമ്പുഴ പ്രദേശവാസികളെ പരിഗണിച്ചുകൊണ്ട് റോഡ് അലൈൻമെന്റ് വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്തുകൂടി കടന്നുപോകുന്നതിന് തീരുമാനിച്ചു. എന്നാൽ ഹിൽ ഹൈവേ സ്റ്റാൻഡേർഡ് അനുസരിച്ചു നിർമ്മാണം പ്രസ്തുത സ്ഥലത്ത് നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ ആ ഭാഗം ഹിൽ ഹൈവേയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. പിന്നീട് നടന്ന നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി 26.5 കോടി രൂപ പ്രസ്തുത റോഡ് കണക്റ്റിംഗ് റോഡായി നവീകരിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. 6 മീറ്റർ വീതിയിലാണ് പ്രവൃത്തി നടക്കുക. 2 പാലങ്ങൾ ഉൾപ്പെടെ 7.2 കിലോമീറ്റർ ദൂരമാണ് പ്രവൃത്തി. സമ്മർ കോച്ചിംഗ് ക്യാമ്പ് പുല്ലൂരാംപാറ മലബാർ സ്പോർട്സ് അക്കാദമി പുല്ലൂരാംപാറയും സെന്റ് ജോസഫ് ഹൈസ്കൂൾ പുല്ലൂരാംപാറയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അവധിക്കാല അത്ലറ്റിക് പരിശീലന ക്യാമ്പ് ഏപ്രിൽ 1 രാവിലെ 7 പുല്ലൂരാംപാറ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കും. 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. താൽപ്പര്യമുള്ളവർ രക്ഷിതാക്കൾക്കൊപ്പം പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി എത്തുക. 9446256120 9844711637 BBL വിഭാഗത്തിനുള്ള സൗജന്യ കെഫോൺ കണക്ഷന് ഓൺലൈനായി അപേക്ഷിക്കാം. തിരുവനന്തപുരം കേരളത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെഫോൺ പദ്ധതിക്കായി ഓൺലൈൻ അപേക്ഷയ്ക്ക് തുടക്കം. പദ്ധതിയുടെ ഭാഗമായി BBL വിഭാഗത്തിലുള്ള കുടുംബങ്ങളിലേക്ക് കെഫോൺ കണക്ഷനുകൾ ലഭ്യമാകുന്നതിനായി ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. ഇതിനായി www.selfcare.kphone.co.in എന്ന ലിങ്കിലൂടെ അപേക്ഷകന്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചുകൊണ്ട് സൗജന്യ BBL കണക്ഷനായി അപേക്ഷിക്കാവുന്നതാണ്. റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക. കണക്ഷന് ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. കൂടാതെ 9016604466 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് KFONBPL എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ തുടർ നടപടികൾ വാട്സാപ്പിലൂടെയും ലഭ്യമാകും. അപേക്ഷകൾ ഓൺലൈനിൽ കൂടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കണക്ഷനു വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക. നിലവിലെ കെഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകും. ഇന്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിച്ച നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് കെഫോൺ പരിശ്രമിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കെഫോൺ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സന്തോഷ് ബാബു IAS പറഞ്ഞു. അപേക്ഷകരുടെ വിവരങ്ങളിലുണ്ടായ അപൂർണത കാരണം നേരത്തെ കണക്ഷന് നൽകാൻ സാധിക്കാതിരുന്ന BBL കുടുംബങ്ങളിലുള്ളവർക്കും നേരിട്ട് കണക്ഷനു വേണ്ടി അപേക്ഷിക്കാനും കെഫോൺ കണക്ഷന് ലഭ്യമാക്കാനും ഓൺലൈൻ അപേക്ഷയിലൂടെ കഴിയും. അപേക്ഷ ലഭിക്കുന്ന ഉടനെ തന്നെ കണക്ഷന് നൽകാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാരിന്റെ പിന്തുണയോടെ പദ്ധതി പ്രകാരം അർഹരായ എല്ലാവർക്കും ഘട്ടം ഘട്ടമായി ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ലീൻ ഗ്രീൻ ചെമ്പുകടവ് വേസ്റ്റ് ബിൻ വിതരണം ചെയ്തു. കോടഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്പുകടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും വേസ്റ്റ് ബിൻ വിതരണം ചെയ്തു. മയക്കുമരുന്നല്ല, മരണമാണ്, ഉപയോഗിക്കരുത്, വിൽക്കരുത് എന്ന സ്റ്റിക്കർ എല്ലാ വേസ്റ്റ് ബിന്നിലും പരസ്യപ്പെടുത്തിയാണ് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പോൾസൺ അറക്കൽ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് കുര്യാച്ചൻ വട്ടപ്പലത്ത് അധ്യക്ഷത വഹിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് പെരുമ്പള്ളി, വാർഡ് മെമ്പർ വനജ വിജയൻ മുഖ്യാതിഥികളായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോർജ് പുത്തൻപുര, യൂണിറ്റ് ട്രഷറർ മുഹമ്മദ് മുഖാവളപ്പിൽ പ്രസംഗിച്ചു. കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ലൈസൻസ് പുതുക്കേണ്ടതില്ലെന്ന് കട്ടിപ്പാറ പഞ്ചായത്ത് ഭരണസമിതി. കട്ടിപ്പാറ പഞ്ചായത്ത് 9ാം വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന കോഴി അറവ് മാലിന്യ സംസ്കരണ സ്ഥാപനമായ ഫ്രഷ്കട്ടിന് നിലവിലുള്ള പരാതികൾ പരിഹരിക്കുന്നതുവരെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് കട്ടിപ്പാറ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റ് മാനദണ്ഡങ്ങൾ പാലിച്ചും പരാതികൾ പരിഹരിച്ചും വീണ്ടും അപേക്ഷ നൽകുന്ന സമയത്ത് പരിശോധിക്കാമെന്ന് ജനപ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംജി ജെയിംസ് അധ്യക്ഷത വഹിച്ച ഭരണസമിതി യോഗത്തിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്ത് അഭിപ്രായം രേഖപ്പെടുത്തി. കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ കോടഞ്ചേരി, ഓമശ്ശേരി, താമരശ്ശേരി പഞ്ചായത്തുകളിലെ സമീപവാസികൾക്ക് സ്വന്തം വീടുകളിൽ സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം കണക്കിലെടുത്തും പരിസരവാസികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ചുമാണ്
കട്ടിപ്പാറ പഞ്ചായത്തിലെ അമ്പായതോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് എന്ന കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ലൈസൻസ് താത്കാലികമായി പുതുക്കി നൽകേണ്ടതില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠന തീരുമാനമെടുത്തതെന്ന് പ്രസിഡന്റ് പ്രേംജി ജെയിംസ് അറിയിച്ചു. ATM ചാർജ് കൂട്ടാന് അനുമതി നൽകി റിസർവ് ബാങ്ക്. മെയ് മുതൽ 23 രൂപ. ന്യൂഡൽഹി. ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന്റെ ചെലവ് മെയ് 1 മുതൽ കൂടും. ഓരോ മാസവുമുള്ള സൗജന്യ ഇടപാട് പരിധി കടക്കുന്നവർക്കാണ് കൂടുതൽ പണം നൽകേണ്ടി വരിക. നിലവിലെ മെട്രോ നഗരങ്ങളിലെ മറ്റ് ബാങ്ക് ATMകളിൽ 3 സൗജന്യ ഇടപാട് ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട്. മെട്രോ ഇതര പ്രദേശത്ത് 5 സൗജന്യ ഇടപാടുകളും അനുവദിക്കുന്നു. ഈ സൗജന്യ ഇടപാടുകൾക്ക് ശേഷം വരുന്ന ഓരോ ഉപയോഗത്തിനും 23 രൂപ വീതം ഈടാക്കും. നിലവിലെ ഇത് 21 രൂപയാണ്. ATM ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയതാണ് ചെലവ് വർദ്ധിക്കാൻ കാരണമായത്. ഒരു ബാങ്കിന്റെ ATMിൽ മറ്റൊരു ബാങ്കിന്റെ ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ ബാങ്കുകൾ തമ്മിൽ കൈമാറുന്ന തുകയാണ് ATM ഇന്റർചേഞ്ച് ഫീസ്. സാമ്പത്തികേതര ഇടപാടുകൾക്ക് പുതിയ നിരക്ക് ബാധകമാണ്. സ്കൂളുകൾ അടച്ചു. ഇനി അവധിക്കാലം. കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണം. ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യങ്ങൾ. പരീക്ഷകൾ കഴിഞ്ഞ് അവധിക്കാലമായതോടെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും നിർദ്ദേശവുമായി കേരള പോലീസ്. അവധിക്കാലത്ത് സ്വാഭാവികമായും കുട്ടികൾ ഓൺലൈനിൽ ധാരാളം സമയം ചെലവഴിക്കാനും ഇടയുണ്ട്. അതുകൊണ്ടുതന്നെ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും അവർക്ക് ശരിയായ അവബോധവും നൽകേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായ സ്വകാര്യതയും സുരക്ഷയും ഓഫ്ലൈനിൽ എന്ന പോലെ തന്നെ ഓൺലൈനിലും പ്രധാനപ്പെട്ടതാണെന്ന് കേരള പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. പോലീസിന്റെ നിർദ്ദേശങ്ങൾ. ഓൺലൈനിൽ അഭിമുഖീകരിക്കുന്ന ആളുകളും സാഹചര്യങ്ങളും എല്ലായ്പ്പോഴും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാനും എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് വ്യാജമെന്നും വേർതിരിച്ചറിയാനും കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതാണ്. തട്ടിപ്പുകളിൽ വീണുപോകാതിരിക്കാൻ പാസ്വേഡുകളും സ്വകാര്യ വിവരങ്ങളും പങ്കുവയ്ക്കാതിരിക്കാൻ അവരെ പഠിപ്പിക്കുക. വ്യക്തിപരമായ വിവരം വെളിപ്പെടുത്താനായി ആളുകൾ നിങ്ങളുടെ കുട്ടികളെ കബളിപ്പിച്ചേക്കാം. അക്കൗണ്ട് വിവരം ആവശ്യപ്പെടുന്നതോ അസാധാരണമായി തോന്നുന്ന അറ്റാച്ച്മെന്റ് ഉള്ളതോ ആയ സന്ദേശം, ലിങ്ക് അല്ലെങ്കിൽ ഇമെയിൽ ഒരു അപരിചിതനിൽ നിന്ന് ലഭിച്ചാൽ രക്ഷിതാക്കളെ സമീപിക്കാൻ അവരെ പഠിപ്പിക്കുക. അപരിചിതരിൽ നിന്നും സൗഹൃദ അഭ്യർത്ഥനകൾ സ്വീകരിക്കാതിരിക്കുക. ഒരു സന്ദേശം അസാധാരണമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ അടുത്ത് വന്ന് അത് പരിശോധിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുക. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സ്വകാര്യത സംരക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക. ഓൺലൈൻ ഗെയിമുകളിൽ സ്വകാര്യ വിവരങ്ങളും സ്വകാര്യ ചിത്രങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.